ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, എന്റെ കാര്യത്തിന് ഞാൻ തികച്ചും മതി എന്നിങ്ങനെ വീമ്പിളക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ 35-ാമത്തെ അധ്യായമായ മലായിക്ക എന്നുകൂടി പേരുള്ള സൂറത്ത് ഫാത്തിറിന്റെ 15-ാമത്തെ ആയത്തിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഹേ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഗനിയ്യുൽ ഹമീദ്. ഹേ മനുഷ്യരെ, നിങ്ങളെല്ലാം ദരിദ്രന്മാരാണ്, ഫുഖറാവുകളാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. അള്ളാഹുവാണ് ധന്യനായിട്ടുള്ളവനും സ്തുത്യർഹനായിട്ടുള്ളവനും എന്ന്. അള്ളാഹുവിൻ്റെ കഴിവുകളും മഹത്വവും ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അവന്റെ ഉടമസ്ഥാവകാശവും കൈകാര്യകർത്തൃത്വവും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുമെല്ലാം തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അങ്ങനെ അള്ളാഹു അല്ലാത്തവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇനി കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം നൽകുവാനോ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനോ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് നിങ്ങൾ ഈ പങ്കുചേർത്തതിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. കാരണം ഒരാൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാളുടെ കാഴ്ച, കേൾവി, ഹൃദയമിടിപ്പ് ഇങ്ങനെയുള്ളതെല്ലാം അയാൾ ആ സമ്പത്ത് കൊണ്ട് വാങ്ങിയതല്ലോ, അത് അള്ളാഹു അയാൾക്ക് നൽകിയ ഔദാര്യമാണ്. എന്തിനധികം വായു, മണ്ണ്, വെള്ളം ഇതിനെ പോലും ആശ്രയിക്കാതെ മനുഷ്യന് ജീവിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇതൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം, വൈജ്ഞാനികം ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും മനുഷ്യർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരാണ്. എന്നാൽ അള്ളാഹുവിനെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു വലിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ 18 പ്രാവശ്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആയത്തിൽ വന്നതുപോലെ 10 പ്രാവശ്യവും ഹമീദ് എന്ന പദത്തോടൊപ്പമാണ് വന്നിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ അള്ളാഹുവിനെ സ്തുതിക്കുക, അവനെ വാഴ്ത്തപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ കടമയാണ്. അതാണ് അല്ലാഹു ഗനിയ്യുൽ ഹമീദ് എന്ന പദത്തിലുള്ള സൗന്ദര്യം. ഇനി അള്ളാഹുവിനെ ഈ ലോകത്തുള്ള എല്ലാവരും വാഴ്ത്തിയാലും അള്ളാഹുവിൻ്റെ അധികാരത്തിലോ ധന്യതയിലോ ഒരു വർധനവും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തുള്ളവർ മുഴുവൻ അള്ളാഹുവിനെ നിഷേധിച്ചാലും അള്ളാഹുവിൻ്റെ ധന്യതക്ക് ഒരു കുറവും വരികയില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞല്ലോ, ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. അള്ളാഹു ധന്യനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നമ്മൾ എന്ത് ചോദിച്ചാലും അത് തരുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഗനിയ്യുൽ ഹമീദ് എന്ന ഈ ആയത്ത് മനുഷ്യന്റെ അതല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൻ്റെ പരിമിതി വ്യക്തമാക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത് എന്നും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ യാതൊരു പഴുതുമില്ല എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, 3-4 ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ജിന്നുമ്മയും അവരുടെ ദുർമന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ട കൊലപാതകവുമെല്ലാം മനുഷ്യന് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ വൈകല്യങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. അള്ളാഹു ഗനിയാണ്,
അവൻ ധന്യനാണ് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിനല്ലാതെ അദൃശ്യമായ രീതിയിൽ എന്നെ സഹായിക്കാനോ എനിക്കുത്തരം നൽകുവാനോ കഴിയുകയില്ല എന്നും വിശ്വസിക്കുവാൻ ഈ ആയത്ത് നമ്മെ പ്രാപ്തരാക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ചെറിയ പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. അല്ലാഹുവേ, കണ്ണിമ വെട്ടുന്ന ഒരു നിമിഷ നേരം പോലും എൻ്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുതേ എന്ന് വിനയത്തോടു കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഈ ആയത്ത് നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.